ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് 10 മാർക്സിന് വരാൻ സാധ്യതയുള്ള എസ് എ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓർ നീഡ്സ്, ഡിസ്കസ് വേരിയസ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അതായത് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ് എന്ന് ചോദിക്കാം, ഫങ്ഷൻസ്. എസ് എ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ സ്റ്റാർട്ടിങ് ആ മാർക്കറ്റിംഗ് എന്താണെന്ന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് പേജ് നമ്പർ 8 ഉള്ളത്. അതായത് മാർക്കറ്റിംഗ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഹോൾ ഓർഗനൈസേഷൻ, മാർക്കറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ മാർക്കറ്റിംഗ് റിസർച്ച്, മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ്, മാർക്കറ്റിംഗ് ഈസ് പെർവാസീവ്, മാർക്കറ്റിംഗ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്, മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ് വിത്ത് കസ്റ്റമേഴ്സ്, മാർക്കറ്റിംഗ് ക്രിയേറ്റ് വാല്യൂ, മാർക്കറ്റിംഗ് ഈസ് യൂണിവേഴ്സൽ, മാർക്കറ്റിംഗ് ഈസ് സയൻസ് ആസ് വെൽ ആസ് ആർട്സ്, marketing is dynamic, marketing is consumer oriented, marketing is proactive, marketing create utility. അതാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. ഇതിൽ ഫങ്ഷൻസും ചോദിച്ചിട്ടുണ്ട്. ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഫങ്ഷൻസ് ഓഫ് റിസർച്ച്, ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ, ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ. ഈ 4 ഫങ്ഷനും പേജ് നമ്പർ 11, 12 ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻസ് ഓർ നീഡ്സ് ഫോർ മാർക്കറ്റിംഗ് പേജ് നമ്പർ 14 അതായത് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന്. അതായത് ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് ടു സൊസൈറ്റി, മാർക്കറ്റിംഗ് ടു കമ്പനീസ്, കൺസ്യൂമേഴ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു എക്കണോമി, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജസ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വരുന്നത് പേജ് നമ്പർ 59 അതിൻ്റെ ചെറിയൊരു ഡെഫിനിഷനും വരുന്നുണ്ട്. എന്താണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നും വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റേജസ്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ. ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്, എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ്. സർവീസ് മാർക്കറ്റിംഗ് മിക്സ് വരുന്നത് പേജ് നമ്പർ 103. അതിന് ഡിഫറൻറ്റ് ബിറ്റ്വീൻ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് കൊടുത്തിട്ടുണ്ട്. 11 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ. അതുപോലെ തന്നെ പേജ് നമ്പർ 106 എലമെൻറ്റ് വരുന്നത്. സർവീസ് മാർക്കറ്റിംഗ് മിക്സിൻ്റെ എലമെൻറ്റ്സ്: പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ, പീപ്പിൾ, ഫിസിക്കൽ എവിഡൻസ്, പ്രോസസ്. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്, ഡിസ്കസ് ഇറ്റ്സ് ടൈപ്പ്. വരുന്നത് പേജ് നമ്പർ 21. പേജ് നമ്പർ 21 എന്താണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്നുണ്ട്. അതിൻ്റെ ടൈപ്സ് പേജ് നമ്പർ 22. അത് 2 ടൈപ്പാണ്, മൈക്രോ ആൻഡ് മാക്രോ. അതിൽ മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നത് എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്. അടുത്ത ഡിഫൈൻ പ്രൈസിങ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ്സ് ഓർ സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ്. പേജ് നമ്പർ 67 പ്രൈസിങ് വരുന്നത്. അതിൻ്റെ സ്ട്രാറ്റജീസ് വരുന്നത് പേജ് നമ്പർ 70. സൈക്കോളജിക്കൽ പ്രൈസിങ്, ജോഗ്രഫിക്കൽ, ബേസ് പോയിൻറ്റ് പ്രൈസിങ്, സോൺ പ്രൈസിങ്, ഡ്യുവൽ പ്രൈസിങ്, അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ്, മാർക്കപ്പ് പ്രൈസിങ്, പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ്, ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിങ്, പ്രൈസ് ബണ്ടിലിംഗ്. ഇത്രയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ ഫണ്ടമെൻ്റൽ എലമെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് വരുന്നത് സെയിം ചാപ്റ്റർ തന്നെയാണ്. പേജ് നമ്പർ 73. അതായത് പ്രൊമോഷൻ മിക്സ് ഓർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത് അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്, പബ്ലിസിറ്റി, പേഴ്സണൽ സെല്ലിംഗ്. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി ഡിഫൈൻ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ, ഡിസ്കസ് ദ വേരിയസ് മെത്തേഡ് ഓഫ് സെഗ്മെൻറ്റേഷൻ. അത് വരുന്നത് പേജ് നമ്പർ 33. എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നും അതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ ബേസിക് ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മെത്തേഡ് ഓഫ് സെഗ്മെൻറ്റേഷൻ പേജ് നമ്പർ 34. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ജോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ, ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി 8th ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിംഗ്, ഡിസ്കസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്, ഡസ് ഇറ്റ് ഹാവ് എ ചലഞ്ച്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിംഗ് എന്താണ്? പേജ് നമ്പർ 119 എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് പേജ് നമ്പർ 121 increased ROI, speed and efficiency, better customer experience, database marketing decision, make decision faster, customer segmentation. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി ഇതിന് എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടോ, ഇത് ഫേസ് ചെയ്യുന്ന ചാലഞ്ച് ഉണ്ടോ എന്നുള്ളത് പേജ് നമ്പർ 123 ചാലഞ്ചസ് ആണ് ട്രെയിനിങ് ടൈം ആൻഡ് ഡാറ്റ ക്വാളിറ്റി, ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് privacy, difficulty in measuring result, adapting a changing marketing landscape, and high implementation cost. ഇതൊക്കെ ഇത് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആണ്. വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ്, ഓൾസോ ഡിസ്കസ് ദ കീ ബാരിയേഴ്സ്. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് പേജ് നമ്പർ 123 ഉണ്ട്. ലാസ്റ്റായിട്ട് YMC എന്താണെന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ട് ബാരിയേഴ്സും ഉണ്ട്. പേജ് നമ്പർ 124-25 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാട്ട് ആർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേജ് നമ്പർ 108 ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത് പേജ് നമ്പർ 110 ഏതൊക്കെയാണ്? ഗ്ലോബൽ റീച്ച്, ലോവർ കോസ്റ്റ്, പേഴ്സണലൈസേഷൻ, ഇംപ്രൂവ്ഡ് കോൺവെർസേഷൻ റേറ്റ്, ഇംപ്രൂവ്ഡ് ROI, ഇംപ്രൂവ് ബ്രാൻഡ് ലോയൽറ്റി, ഗെറ്റ് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്, മെഷർ ആൻഡ് ട്രാക്ക് റിസൾട്ട്, ഇൻക്രീസ് എൻഗേജ്മെൻറ്റ് വിത്ത് കൺസ്യൂമേഴ്സ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് വരുന്നത് സ്കിൽ ആൻഡ് ട്രെയിനിങ്, ടൈം കൺസ്യൂമിങ്, ഹൈ കോമ്പറ്റീഷൻ, കംപ്ലയിൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്ക്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇഷ്യൂസ്, ഡിപ്പെൻഡബിലിറ്റി ഓൺ ടെക്നോളജി. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള 10 മാർക്സ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.